Can you imagine that Donald Trump tweeted that the Prime Minister of India calls him sir? നിങ്ങൾക്ക് സങ്കല്പിക്കാൻ പറ്റുമോ? ഡൊണാൾഡ് ട്രംപ് ട്വീറ്റിൽ എഴുതി ഇന്ത്യയുടെ പ്രധാനമന്ത്രി അദ്ദേഹത്തെ സർ എന്നാണ് വിളിക്കുന്നത്. He abuses the Prime Minister of India whenever he feels like. നരേന്ദ്രമോദിയെ എപ്പോ വേണമെന്ന് തനിക്ക് തോന്നുമ്പോഴൊക്കെ ഡൊണാൾഡ് ട്രംപ് അവഹേളിക്കുകയാണ്. And publicly says that he can destroy Narendra Modi anytime he wants. അദ്ദേഹം പരസ്യമായി ഒന്ന് പറയുകയാണ്, അദ്ദേഹത്തിന് എപ്പോ വേണമെന്ന് വിചാരിച്ചാലും നരേന്ദ്രമോദിയെ നശിപ്പിക്കാൻ സാധിക്കുമെന്ന് പറയുകയാണ്. The sad thing is that he is telling the truth. ഏറ്റവും വിഷമമുള്ള വസ്തുത എന്ന് പറയുന്നത് ഇതാണ്, സത്യം വെളിവാക്കുന്നതെന്നാണ്. He has full control of Narendra Modi. ഡൊണാൾഡ് ട്രംപിന് നരേന്ദ്രമോദിയുടെ പൂർണ്ണ നിയന്ത്രണം ഉണ്ടെന്നാണ് ഇത് വ്യക്തമാക്കുന്നത്. Why? Because 3.5 million Epstein files are yet to be released and Trump can decide whether they are going to be released or not. എന്തുകൊണ്ടാണെന്ന് അറിയുമോ? ഇനിയും 3.5 ദശലക്ഷം എപ്സ്റ്റീൻ ഫയലുകൾ പുറത്തു വരാനുണ്ട്. അത് എപ്പോ പുറത്തുവിടണമെന്ന് ട്രംപിന് തീരുമാനിക്കാൻ സാധിക്കും. The secret of our Prime Minister's character is in those files. ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ സ്വഭാവത്തിന്റെ രഹസ്യം ആ ഫയലുകളിലാണുള്ളത്. And Donald Trump knows that. അത് ഡൊണാൾഡ് ട്രംപിന് നന്നായി അറിയാം. The second control that Donald Trump has on Mr. Modi is Adani. ഡൊണാൾഡ് ട്രംപിന് മോദിയുടെ മേലുള്ള രണ്ടാമത്തെ നിയന്ത്രണം എന്ന് പറയുന്നത് മിസ്റ്റർ അദാനിയാണ്. Adani is not an ordinary company. അദാനി എന്ന് പറയുന്നത് ഒരു സാധാരണ കമ്പനി അല്ല. Nobody does something for nothing in business. ആർക്കും ഒന്നും കിട്ടാതെ ബിസിനസ്സിൽ ഒന്നും, വ്യവസായത്തിൽ ആർക്കും ഒന്നും കിട്ടാതെ ഒന്നും കൊടുക്കാറില്ല. And Adani has been given access to every single Indian business. Airports, ports, cement, infrastructure, solar, wind, every business has been handed over to Adani. ഇന്ത്യയിലെ എല്ലാ വ്യവസായങ്ങളും, അത് എയർപോർട്ടുകളാകട്ടെ, തുറമുഖങ്ങളാകട്ടെ, വിൻഡ് എനർജി ആവട്ടെ, സൗരോർജ്ജമാകട്ടെ, അതുപോലെ നമ്മുടെ അടിസ്ഥാന സൗകര്യങ്ങളാവട്ടെ, എല്ലാം അദാനിക്ക് നൽകിയിരിക്കുകയാണ്. This was not done for free. ഇത് സൗജന്യമായിട്ട് കൊടുത്തതല്ല. Adani is the financial system of the BJP. അദാനി എന്ന് പറയുന്നത് ബിജെപിയുടെ സാമ്പത്തിക സംവിധാനമാണ്. And Donald Trump understands this. അത് ഡൊണാൾഡ് ട്രംപിന് നന്നായി മനസ്സിലായിട്ടുണ്ട്. And that is why there is a case against Mr. Adani, criminal case in the United States. അതുകൊണ്ടാണ് അദാനിക്കെതിരെ അമേരിക്കയിൽ, യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ ഒരു ക്രിമിനൽ കേസ് ഉള്ളത്. Adani cannot go to the United States. Adani cannot go to the Europe because he's scared of getting arrested. അദാനിക്ക് അമേരിക്കയിലേക്ക് പോകാൻ പറ്റില്ല, അദാനിക്ക് യൂറോപ്പിലേക്കും പോകാൻ പറ്റില്ല, കാരണം അറസ്റ്റ് ചെയ്യപ്പെടുമോ എന്ന് അദ്ദേഹത്തിന് പേടിയാണ്. But Adani is not the target. Modi is the target. പക്ഷേ അവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് അദാനിയല്ല, അവരുടെ ലക്ഷ്യം നരേന്ദ്രമോദിയാണ്. In fact, don't even see these two as different. They are the same thing. ഒരർത്ഥത്തിൽ നിങ്ങൾ അദാനിയെ മോദിയെ രണ്ടായിട്ട് കാണേണ്ട ആവശ്യമേ ഇല്ല. ഇവർ രണ്ടുപേരും ഒരാൾ തന്നെയാണ്. Modi, Adani, Modani is the same thing. മോദി അദാനി അല്ല, മോദാനി. ഇവർ രണ്ടുപേരും ഒന്ന് തന്നെയാണ്. And you know this and Donald Trump knows this. ഇത് നിങ്ങൾക്കറിയാം, അതുപോലെ ഡൊണാൾഡ് ട്രംപിനും ഈ കാര്യം അറിയാം. That is why when he picks up the phone and tells Modi, you go to Israel, Modi goes straight to Israel. അതുകൊണ്ടാണ് ഡൊണാൾഡ് ട്രംപ് ഫോൺ എടുത്തിട്ട് മോദിയോട് പറയുന്നു, മോദി ഇസ്രയേലിലേക്ക് പോകാൻ പറയുമ്പോൾ ഉടനെ മോദി ഇസ്രയേലിലേക്ക് പോകും. That is why when Donald Trump says you will sign the US deal, Modi signs the US deal. അതുകൊണ്ടാണ് എപ്പോഴാണോ ഡൊണാൾഡ് ട്രംപ് പറയുന്നത് നിങ്ങൾ ഈ വ്യാപാര കരാർ ഒപ്പിട്ടോളൂ എന്ന് പറയുന്ന ഉടനെ നരേന്ദ്രമോദി